got so nervous I couldn't speak. In that very moment I found the one, and my life had found its missing piece. So as long as I live I love you, will heaven hold you. You look so beautiful in white, and from now to my very last breath, this day I'll cherish. You look so beautiful in white tonight. What we have is timeless, my love is endless, and with this ring I say to the world, you're my every reason, you're all that I believe in. With all my heart I mean every word. So as long as I live I love you, will heaven hold you. You look so beautiful in white, and from now to my very last breath, this day I'll cherish. You look so beautiful in white tonight. You look so beautiful in morning light breaking through the eastern hills. Just you and me, while the earth stands still. Dashboard dreams of what could be in the great unknown. We have no map, we got no plans, just open road. Say you'll stay with me forever, say you'll be my only love. We can make it through whatever, say you'll be my only love. In these days we got the whole world at our feet. We'll take our time, yeah, we'll be who we wanna be. എത്രയും സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മെ സംബന്ധിച്ച് ഒത്തിരിയേറെ സന്തോഷം നിറഞ്ഞ ദിവസമാണ്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഫ്രിഡ്സനും വിവ്യയും വിവാഹ കൂതാശയിലൂടെ പരസ്പരം ഒന്നായി തീർന്ന് ഈ അൾത്താരയ്ക്ക് മുൻപിൽ നിന്ന് അവരുടെ ദാമ്പത്യ ജീവിതം ആരംഭിക്കുകയാണ്.
ഇന്നേ ദിവസം വിവാഹിതരാകുന്ന ഫ്രിൻസനും വിവേക്കും വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്നേ ദിവസം ഇവിടെ ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കളും സഹോദരങ്ങളും ബന്ധുമിത്രാദികളും സുഹൃത്തുക്കളും എല്ലാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ഈ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. എല്ലാവരുടെയും പ്രാർത്ഥന നിയോഗങ്ങളെ ദൈവത്തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കാം. വളരെ പ്രത്യേകിച്ച് ഇന്നേ ദിവസത്തെ തിരുക്കർമ്മങ്ങൾക്കായിട്ട് നമ്മുടെ ഇടയിലേക്ക് എത്തിച്ചേരുക. നമുക്ക് ഏറ്റവും സുപരിചിതനായ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ഫാദർ സോണി കിഴക്കൂടനാണ്. ഒത്തിരി സ്നേഹത്തോടുകൂടെ അച്ഛനെ ഇന്നത്തെ ഈ തിരുക്കർമ്മങ്ങളിലേക്ക് സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഭക്തിപൂർവ്വം ഈ വിവാഹത്തിന്റെ തിരുക്കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കാം.
വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അതിൽ 2 വാക്യങ്ങൾ 1 മുതൽ 11 വരെ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു നിന്ന് പോയപ്പോൾ ഈശോയുടെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈശോ അവളോട് പറഞ്ഞു, സ്ത്രീ, എനിക്ക് നിനക്കുമെന്ന്, എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ശരിയേ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 4 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിനും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് ഈശോ അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം മക്കളോടും നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരനെ എടുത്തുകൊണ്ട് ചെല്ലുകയും എന്നവൻ പറഞ്ഞു. പുറപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറി ആ വെള്ളം രുചിച്ച് നോക്കി. അതവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. ഞാൻ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ച് പറഞ്ഞു, എല്ലാവരും മേൽക്കരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ കാണുന്നത്. എന്നാൽ നീങ്ങുന്ന വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചു വരും. ഈശോ തന്നെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനെ വിശ്വസിച്ചു. സ്നേഹത്തെ ആയിരിക്കുമ്പോൾ അതിലേയും സന്തോഷമുണ്ട്. നിങ്ങൾ എല്ലാവരും, അല്ലെങ്കിൽ എൻ്റെ പരിചയമുള്ളവർ വിചാരിക്കും ഞാൻ ക്രിസ്ത്യനായ ബന്ധത്തിൻ്റെ പേരിലാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ബന്ധം പ്രാഞ്ചേട്ടനായിട്ടാണ്. ഇത് തമാശ പറഞ്ഞതല്ല. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യനേക്കാളും കൃത്യത ഇപ്പോൾ എൻ്റെ മനസ്സിൽ പ്രാഞ്ചേട്ടനോടാണ്. വളരെ കുറച്ച് പേർക്കറിയാം, എൻ്റെ അപ്പൻ മരിച്ചിട്ട് 16-ാമത്തെ ദിവസമാണ്. അപ്പൻ മരിക്കുന്നതിൻ്റെ അടുത്ത ദിവസം അപ്പന് അമ്മ ചോറ് ഇങ്ങനെ ഉരുളയാക്കിയിട്ട് അപ്പനിങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ ഞങ്ങളിപ്പോൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനിടയിൽ അമ്മ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മയോട് അപ്പൻ ചോദിക്കുകയാണ്, നിന്റെ താലിമാല എവിടെയാണ്? അപ്പൻ ലാസ്റ്റ് സ്റ്റേജിൽ ആയിരിക്കുമ്പോഴും എൻ്റെ അമ്മയ്ക്ക് കുളിക്കാൻ പോയി താലിമാല ഊരി തലോടയുടെ പിരിവച്ചിട്ട് പലപ്പോഴും പിന്നെ ഇടാൻ മറക്കാറുണ്ട്. അപ്പോൾ അപ്പനാണെന്നുണ്ടെങ്കിൽ അമ്മയുടെ കരുത്തിൽ ഈ താലിമാല കണ്ടില്ലെങ്കിൽ അപ്പോൾ പറയും, നീ ഇത് അവിടെ ഊരി വയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് ഈ ലാസ്റ്റ് സെഗ്മെന്റ് ഓഫ് ലൈഫിൽ സംസാരിക്കാൻ തന്നെ സ്പീച്ച് കട്ടാനുള്ള ആ ഒരു സമയത്തും അപ്പനമ്മയോട് ചോദിക്കുകയാണ്, എൻ്റെ താലിമാല കഴുത്തില്ലേ? അതുപോലെ വളരെ സുന്ദരമായ നിമിഷങ്ങൾ ഞാൻ ശരിക്കും. അപ്പോൾ ഈ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഏറ്റവും അതൊരു സ്മരണ എന്ന് പറയുന്നത്, നമ്മൾ കുറച്ച് കഴിയുമ്പോൾ താലികെട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ 2 പേരും പ്രത്യേകിച്ച് ചെയ്യുന്നത് സുഖത്തിൽ ദുഃഖത്തിൽ. പക്ഷേ ഈ ദാമ്പത്യ ജീവിതത്തിൻ്റെ കണ്ടന്റ് കിടക്കുന്നത് സുഖത്തെക്കാളും വരെ ദുഃഖത്തിൽ ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ സെറ്റ് ആവുകയാണ്. സുഖത്തിന് സെറ്റാവാൻ ഭയങ്കര എളുപ്പമാണ്. ദുഃഖത്തിൽ സെറ്റാവാനുള്ള ഒരു കൃപയുണ്ട്. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് 2 പേരും ആവോളം സ്നേഹിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പൗലോസ് ഗലാത്യക്കാർക്ക് ലേഖനത്തിൽ പറയും, നിങ്ങളിൽ ക്രിസ്തു രൂപപ്പെടുന്നത് വരെ ദാമ്പത്യ ബന്ധം എന്നുള്ളത് ഒരു ശാരീരിക ബന്ധമല്ല, അത് ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലുള്ള ഒരു സമർപ്പണമാണ്. സമർപ്പണം.
ആ സമർപ്പണത്തിൽ മാത്രം പണമില്ല. ബാക്കി എല്ലാ സമർപ്പണത്തിലും കാഴ്ച സമർപ്പണം പണം വയ്ക്കണമല്ലേ. ഞാനിപ്പോൾ ഒരു ലഡ്ഡു കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാവില്ല. അപ്പോൾ ഇതൊരു സമർപ്പണമാണ്. ക്രിസ്തു ഈശോ അവസാനം കുരിശിൽ പറഞ്ഞില്ലേ, എൻ്റെ ആത്മാവിനെ ഞാൻ നിനക്ക് സമർപ്പിക്കുന്നു. അപ്പം നിങ്ങൾ രണ്ടുപേരും മരണം വരെ തുടരുന്ന ഈ വിവാഹ ഉടമ്പടി, മരണം വരെ തുടരുന്ന ഈ വിവാഹ ഉടമ്പടി ആത്മാവിൽ ജീവിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ബലഹീനതകളുണ്ട്. പക്ഷെ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും അതിനാഥനായ അത്യുന്നതനായ ദൈവത്തിൻ്റെ കൃപാകടാക്ഷം നിങ്ങളുടെ മേലുണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വധൂവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ ആരംഭിക്കുന്നു കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരെ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുകർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര എന്നേക്കും. പ്രിയ സഹോദരരെ, ഈ വധൂവരന്മാർ വിവാഹമെന്ന ഉദാശയാൽ ബന്ധിതരാകാൻ പോകുന്നു. ഈ ഉദാശ യോഗ്യതയുടെ പരികർമ്മം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയുടെ ശ്രദ്ധയോടെ മൗനമായി പ്രാർത്ഥിക്കാം. ആദ്യം പുരുഷന് ജീവിത സഖിയെ നൽകിയ ദൈവമേ, ഇങ്ങനെ ഞങ്ങൾ വാഴ്ത്തുന്ന ഭാര്യ ഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഉദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ പ്രഭാവം സമൃദ്ധമായി ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര എന്നേക്കും. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ സ്വതന്ത്രമായ സമ്മതത്തോടുകൂടി ദിവ്യയെ നിന്റെ ഭാര്യയെ സ്വീകരിക്കുന്നു. ദിവ്യ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ സ്വതന്ത്രമായ സമ്മതത്തോടുകൂടി പ്രിൻസനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. സാക്ഷികൾ രണ്ടുപേർക്കും നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. അതെ, നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലത്തു കരം ചേർത്ത് പിടിക്കുകയും ചെയ്യുകയും അപരാധത്തിനെയും സഹായത്തിനെയും യാക്കോബിനെയും ദൈവം നിങ്ങളുടെ പരിപാടിയായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിനായിക്കത്തോടും കൂടെ കുടുംബജീവിതം നയിക്കണം. നമ്മുടെ കർത്താവായ യേശുമിശിഹ നിങ്ങളുടെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നാമത്തിൽ എന്നേക്കും. ദയാപൂർവ്വം ആശീർവദിക്കുന്ന പ്രതീകമായി കാര്യവൈദ്യമായ സ്നേഹത്തിന് പൂർണ്ണമായ സ്വസ്ഥതയും പുരവന്ദിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങളും സന്തോഷങ്ങളും സഹിക്കണം. നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കാൻ ഇതിന് മുദ്രിതമായിരിക്കുന്ന പരിശുദ്ധ ശക്തി നൽകട്ടെ. ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രഭാവനത്തിനനുസരിച്ച് അവസരത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കരുതുവാനായ കർത്താവെ,
ഈ മന്ത്രകൂടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്ന് ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കുന്നു. എൻ്റെ ഗുണവാട്ടിയായ പരിശുദ്ധ സഭയെ മുഖത്തിൻ്റെ വസ്ത്രം ധരിപ്പിച്ചവർക്ക് ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച സ്വർഗത്തിൽ മുഖത്തിൻ്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യുന്നത്. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുക സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്തിനും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാൽ അവിടുന്ന് നിങ്ങളെ സമ്പന്നരാകട്ടെ. തിരുസഭയിലെ ശിരസായും നിശ്ചയിക്കപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവ് സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ സ്തുതിയും വ്രതത്തിൻ്റെ ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്തിട്ട് എപ്പോഴും എന്നേക്കും. ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും തിരുകുടുംബത്തിൻ്റെ നായകനായ യോസേഫിൻ്റെയും മധ്യസ്ഥതയുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥനകളിൽ സഹായിക്കട്ടെ. സകലത്തിൻ്റെയും ആദായി നീക്കും. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹമെന്ന പുതാശിയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. അവയവങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ ഉദാശ നിങ്ങളെ വിശുദ്ധരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ.
ആവശ്യമേരത്ത് സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയം നവറയിലേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ പ്രിൻസനെയും ദിവ്യയും ഈ തിരുകർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ജീവനേ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, അങ്ങേയ്ക്കായി സ്തോത്രങ്ങൾ. പാരിതിന്നാദിനാഥനായ ഞങ്ങളെന്നും സ്തുതിക്കുന്നു. നിത്യസൽപിതാവാകും ഞങ്ങൾ ആരാധിക്കുന്നു പാലാരേ. വാനവും കണ്ണീരായും തീരുന്നല്ലോ സന്തതം. ശ്രീയും ദിവ്യപ്രചിതനും ദിവ്യമാർവേദ സാക്ഷിയും നിത്യാനന്ദപ്രധാനനും വാഴ്ത്തിയിടുന്നു നിരന്തരം. നിന്നോട് പ്രാർത്ഥിക്കുന്നവർ ഉപേക്ഷിക്കാതെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്ന നീ ഞങ്ങളെ സ്വർഗീയ സമ്മാനങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രിൻസിനെയും നിവയെയും യോഗ്യരാക്കണമേ. എൻ്റെ കാരുണ്യാധികതയെക്കുറിച്ച് ഞങ്ങൾ അപേക്ഷിക്കുന്നു. Here we stand, the world awaits. We'll let the stars tonight light the way. Hand in hand, through light or rain, it's your constant love that gives me strength. Under the starlight we'll find our way, I know. This is the start of something beautiful. With you by my side, there's no place that we can't go. This is the start
तू मेरा कोई ना होके भी कुछ लागे, तू मेरा कोई ना होके भी कुछ लागे। किया रे जो भी तूने कैसे किया रे, जिया को मेरे बांध ऐसे लिया रे। समझ के भी ना समझ मैं सकूं, सवेरों का मेरे तू सूरज लागे। तू मेरा कोई ना होके भी कुछ लागे, तू मेरा कोई ना होके भी कुछ लागे। तू मेरा कोई ना होके भी कुछ लागे। अपना बना ले पिया, अपना बना ले पिया, अपना बना ले मुझे, अपना बना ले पिया, अपना बना ले पिया, अपना बना ले पिया। दिल के नगर में शहर तू बसा ले पिया। Thank you. സംഗീത ശില്പം
घर बार मेरा मखना वे मखना, अब तू ही है संसार मेरा मखना वे मखना, ये पागल सा है प्यार मेरा मखना वे मखना, मैं छोड़ाई घर बार मेरा मखना, छोड़ाई घर बार मेरा, तू ही है संसार मेरा, ये पागल सा है प्यार मेरा, मैं छोड़ाई घर बार मेरा। Casa non te porta, non te cai logo pasha. Zinclinona, io quiere casa. Casa non te porta, non te cai logo pasha. Me levanto
है कुछ भी नहीं। जश्नबाजी की शाम है, जश्नबाजी की शाम है। ताल पे ठुमके लगे साल मारो। जान लेगा तेरी अदा, जान लेगा तेरी अदा, दिल वाले की दिल सुने साल मारो। तेरी शैतानियों से महफिल रंगीन है, तू दीवाना हुआ मैं भी शौकीन है। दुनिया चलती है तो चले, दुनिया चलती है तो चले, रात भर साल ना की संग नचे साल माँ। Oh my god, you guys are looking so gorgeous. ഓ അതിൽ തന്നെ മനസ്സിലായി എന്തൊരു ഫാൻസ് ആണല്ലേ ഫ്രണ്ട്സ് ചേട്ടാ മെവി ചേച്ചി ഫാൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളുടെ ഒഫീഷ്യൽ സെറമണിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അതിനുവേണ്ടി ഹാരം അണിയിക്കുന്നതിന് വേണ്ടി നമുക്ക് ആൽബി നോയൽ എന്നിവരെ സ്വാഗതം ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വരനും വധുവും പരസ്പരം ഹാരം എക്സ്ചേഞ്ച് ചെയ്യേണ്ടതാണ്. ഹാരം ഫ്രണ്ട്സ് ചേട്ടാ ഒരു കൈയടിക്കടോ, എന്താണ്? ഓക്കെ, സോ അടുത്തത് ബൊക്കെ നൽകാനായി ആൻലി, എരിക്ക എന്നിവരെ സ്വാഗതം ചെയ്യുന്നു. സോ താങ്ക് യു സോ മച്ച് ആൽബി ആൻഡ് എരിക്ക. ജീവിതത്തിന്റെ പുതിയൊരു അധ്യായം തുടക്കം കുറിക്കുന്ന പ്രിൻസസ് ചേട്ടനും മിവി ചേച്ചിക്കും ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻ ആൻഡ് ബെസ്റ്റ് വിഷസ് ഫോർ യുവർ ലൈഫ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കൊച്ചിയിൽ ഇൻഡസ്മാർട്ട് എന്ന് പറഞ്ഞ ഒരു ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. അവിടെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇൻഡസ്മാർട്ടുകാർ ഇവിടെ ഉണ്ടോ? ഓ, ഇത് മൊത്തം ഇൻഡസ്മാർട്ട് ആണെന്ന് തോന്നുന്നല്ല. പ്രിൻസസ് ചേട്ടാ നിങ്ങളെ ഫാൻസും കൂടെ. അടുത്തത് മിവി ചേച്ചി. ചേച്ചി TCSലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ അസിസ്റ്റന്റ് സിസ്റ്റം എഞ്ചിനീയർ ആയിട്ടാണ് വർക്ക് ചെയ്ത് പോരുന്നത്. TCS ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ലേ? അവിടെ ഇവിടെ ഉണ്ടല്ലേ. ഓക്കെ, സോ ചേട്ടാ ചേച്ചി നിങ്ങൾ ഹാപ്പി അല്ലേ? ആണോ? ഓക്കെ, അപ്പൊ നിങ്ങളെക്കാട്ടിലും ഹാപ്പി വേറെ ആരെങ്കിലും ഉണ്ടായിരിക്കുമോ? അറിയത്തില്ലേ? ഓക്കെ, നിങ്ങളുടെ പാരന്റ്സ് ആക്ച്വലി നിങ്ങളെക്കാട്ടിലും ഹാപ്പി ആവാൻ ചാൻസ് ഉണ്ട്. കാരണം നിങ്ങളൊരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണല്ലോ. അപ്പൊ നമുക്ക് അവരെ സ്വാഗതം ചെയ്താലോ? പ്രിൻസൻ ചേട്ടാ, വിവി ചേച്ചി സ്വാഗതം ചെയ്യാം. ഓക്കെ, നമുക്കാദ്യം പ്രിൻസൻ ചേട്ടന്റെ പപ്പയെയും അമ്മയെയും ചേച്ചിയെയും ചേച്ചിയുടെ ഫാമിലിയെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. പപ്പ മിസ്റ്റർ ഫ്രാൻസിസ്, എക്സ് സർവീസ്മാൻ ആണ്. ഇപ്പം ഷോളിയാർ KCBയിൽ വർക്ക് ചെയ്യുന്നു. അമ്മ മിസ്സസ് സീന ഫ്രാൻസിസ്, ഹൗസ് വൈഫാണ്. ചേച്ചി സോന നേഴ്സായി വർക്ക് ചെയ്യുന്നു. ചേട്ടൻ ലിൻഡോ CRPFലാണ്. മക്കൾ ആൻലി റോസ് ആൻഡ് ആൽബി ജോസഫ്. പ്ലീസ് കം ഓൺ ടു ദ സ്റ്റേജ്. അടുത്തതായി മേവി ചേച്ചിയുടെ ഫാമിലിയെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. പപ്പ മിസ്റ്റർ പോൾസൻ, ഗൾഫിൽ വർക്ക് ചെയ്യുന്നു. അമ്മ മിസ്സസ് സോമന പോൾസൻ, ഹൗസ് വൈഫാണ്. 2 ചേച്ചിമാരുണ്ട്, മിൽഡ ആൻഡ് മിനിത. മില്ല ചേച്ചി ഫാർമസിസ്റ്റ് ആണ്. ഹസ്ബൻഡ് ആൻഡോ, ഗൾഫിൽ വർക്ക് ചെയ്യുന്നു. മക്കൾ എറിക്ക ആൻഡ് എൻഡ്രിക്. എല്ലാവരും സ്റ്റേജിലേക്ക് വരാം. മിനിത ചേച്ചി ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. ഹസ്ബൻഡ് അലക്സ് ജിയോ ഫൈബറിൽ എഞ്ചിനീയർ ആണ്. അവരുടെ മക്കൾ നോയൽ ആൻഡ് നിവ്യ. എല്ലാവരും പെട്ടെന്ന് തന്നെ സ്റ്റേജിലേക്ക് കയറേണ്ടതാണ്. When you walked into the room, I couldn't keep my eyes off of you. Was it make-believe or was it a dream? I've been waiting all my life. Feels like I've struck a gold mine. With your hand in mine, our love came alive. We've still got the rest of our lives, the rest of our
like crashing on our wild hearts. With your head in mine, everything is fine. We've still got the rest of our lives. The rest of our lives. The rest of our lives. Oh, the rest of our lives. Love is a journey, we'll steady the course, fight for each other no matter the score. Through heartache we'll carry the love that we swore. If you just take my hand, oh won't you just take my hand for the rest of our lives. 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 Oh. ചേമന്തിച്ചേലും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണ് മണിവാനത്താരം പെണ്ണിന്മയിൽ മിന്നാണ് താരം വൻ നിന്നെ കണ്ടാൽ അമ്പും വില്ലും വച്ചേനെ കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനെ നെഞ്ചോരം ഢോലുണ്ട് ചുണ്ടോരം ശീലുണ്ട് കണ്ടാലും കൂടുമ്പം കൊണ്ടാടണ്ടേ കൊണ്ടാട്ടച്ചേലാക്കാൻ നല്ലാട്ടക്കാരുണ്ട് കരനീളെ പന്തൽ കെട്ടി തപ്പും മുട്ടിച്ചെണ്ടൻ കൊട്ടി കാത്തിരിക്കും നേരം വന്നെ ചില്ലം ജില്ലാല I'm
दुआ भी लगे ना मुझे, दवा भी लगे ना मुझे, जब से दिल को मेरे तू लगा है। नींद रातों की मेरी, चाहत बातों की मेरी, चैन को भी मेरे तूने यूं ठगा है। जब सांसें भरूं मैं बंद, आंखें करूं मैं नजर, तू याद आया। दिल को करार आया, तुझ पे प्यार आया, पहली पहली बार आया ओ यारा। दिल को करार आया, तुझ पे प्यार आया, पहली पहली बार आया ओ यारा। हर रोज पूछे ये हवाएं, हम तो बता के हारे, क्यों जिक्र तेरा करते हैं हमसे तारे। हर रोज पूछे ये हवाएं, हम तो बता के हारे, क्यों जिक्र तेरा करते हैं हमसे तारे। अब कैसे है तेरे दिल को करार आया, मुझ पे है प्यार आया, पहली पहली बार आया।